ഞാൻ ഓപ്പൺ ചെയ്തതിൽ ഇപ്പോൾ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരു സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ടാണ് സ്ലൈസിന്റെ സേവിങ്സ് അക്കൗണ്ട്. സ്ലൈസ് ആദ്യം ഒരു ഫിൻടെക് ആപ്പ് മാത്രമായിരുന്നു. ഇപ്പോൾ നിലവിൽ സ്ലൈസ് ഒരു സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ്. നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്കിനെ സ്ലൈസ് ഏറ്റെടുത്തിരുന്നു. അങ്ങനെ സ്ലൈസ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ആയിട്ട് മാറി. ഇപ്പോൾ നിലവിൽ ഞാൻ സ്ലൈസിന്റെ സേവിങ്സ് അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്ലൈസിന്റെ സൂപ്പർ കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. സോ ഇത് രണ്ടും ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. ആദ്യം തന്നെ പറയാനുള്ളത്, ഇത് ജസ്റ്റ് ഒരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ലെങ്കിൽ ഒരു പെയ്ഡ് വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. അല്ലാതെ നിങ്ങൾ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം അങ്ങനെയുള്ള ഒരു കാര്യവും പറയുന്നില്ല. നിങ്ങൾക്ക് വീഡിയോ കണ്ട് താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. കാരണം ഒരു ബാങ്കിനെ ഫ്യൂച്ചർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നാളെ എന്ത് സംഭവിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഓരോ ബാങ്കിൻ്റെയും ടേംസ് ആൻഡ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിലും മാറാം. മുൻപ് 5 മണി വന്നപ്പോഴും ജൂപ്പിറ്റർ മണി വന്നപ്പോഴൊക്കെ നമ്മൾ കണ്ടതായിരുന്നു. അന്ന് അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്നത്തെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ഞാൻ അന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ മാറി തുടങ്ങിയപ്പോൾ തന്നെ ക്ലോസ് ചെയ്തിരുന്നു. സോ ഒരു ബാങ്കിനെ ഫ്യൂച്ചർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, ഒരിക്കലും ഇങ്ങനെയുള്ള അക്കൗണ്ടുകളൊന്നും പ്രൈമറി ബാങ്ക് അക്കൗണ്ടായിട്ട് ഉപയോഗിക്കാതിരിക്കുക. നിങ്ങളുടെ സെക്കൻഡറി ബാങ്ക് അക്കൗണ്ടായിട്ട് മാത്രം കൺസിഡർ ചെയ്യുക. ലൈക്ക് ഇപ്പോൾ നിങ്ങളുടെ ഡേ ടു ഡേ ട്രാൻസാക്ഷൻ നടത്താനായിട്ട് ചെറിയ എമൗണ്ട് കീപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. അല്ലാതെ ഒരിക്കലും നിങ്ങളുടെ പ്രൈമറി ഇൻകം സേവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ഡെപ്പോസിറ്റ് അക്കൗണ്ടായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടുകളുമായിട്ടൊക്കെ ലിങ്ക് ചെയ്യുന്ന ഒരു അക്കൗണ്ടായിട്ടൊന്നും ഇതിനെ കാണാതിരിക്കുക. ജസ്റ്റ് ഒരു സെക്കൻഡറി അക്കൗണ്ട് മാത്രമായിട്ട് കൺസിഡർ ചെയ്യുക. കാരണം ഈ സ്ലൈസിൻ്റെ ഫിസിക്കൽ ബ്രാഞ്ചോ കാര്യങ്ങളോ ഒന്നും നമുക്ക് നിയറസ്റ്റ് ആയിട്ടില്ല. ഫുൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ടാണ് വരുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് നേരെ പോയി ചോദിക്കാൻ അടുത്ത ബ്രാഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൈമറി ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ തൊട്ടടുത്ത് ബ്രാഞ്ച് ഉള്ള ഒരു ബാങ്കിലാവണം. ആ ഒരു കാര്യം എപ്പോഴും ഓർക്കുക. സോ വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ആദ്യം ഈ ഒരു സ്ലൈസിന്റെ സേവിങ്സ് അക്കൗണ്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയാം. ഒന്നാമതൊരു ഫീച്ചർ എന്ന് പറയുന്നത് അവരുടെ സീറോ ബാലൻസ് അക്കൗണ്ട് ഫീച്ചർ തന്നെയാണ്. സീറോ ബാലൻസ് അക്കൗണ്ട് ആണ്. പ്രത്യേകിച്ച് ഇത്ര രൂപ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം അങ്ങനെയുള്ള ക്രൈറ്റീരിയോ കാര്യങ്ങളൊന്നും വരുന്നില്ല. രണ്ടാമത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഡെയിലി ഇൻട്രസ്റ്റ് ഡെപ്പോസിറ്റ് ആണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് RBIയുടെ റിപ്പോ റേറ്റ് എത്രയാണോ ആ സെയിം റേറ്റിൽ തന്നെ ആയിരിക്കും. ഇപ്പോൾ നിലവിൽ 5.25% ആണ് ആനുവലി. സോ 5.25% ആനുവൽ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും. അതും നമുക്ക് ഇൻട്രസ്റ്റ് എല്ലാ ദിവസവും നമുക്ക് നമ്മുടെ ഈ ഒരു സ്ലൈസിൻ്റെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും. ഡെയിലി ബേസിൽ നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും. സോ അതൊരു അട്രാക്റ്റീവ് ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ഫീച്ചർ, ഇതിന് പ്രത്യേകിച്ച് അലർട്ട് ചാർജോ കാര്യങ്ങളൊന്നും വരുന്നില്ല. SMS അലർട്ട് ആണെങ്കിലും ഇമെയിൽ അലർട്ട് ആണെങ്കിലും എല്ലാം സൗജന്യമാണ്. പ്രത്യേകിച്ച് അതിന് നമ്മൾ ചാർജോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് IMPS ആണെങ്കിൽ കൂടി സൗജന്യമാണ്. നോർമലി ഓൺലൈൻ NFT RTGS ഒക്കെ പല ബാങ്കിലും സൗജന്യമാണ്. പക്ഷേ IMPSലേക്ക് വരുമ്പോൾ ചാർജബിൾ ആയിരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് IMPSും സൗജന്യമാണ്. പിന്നെ ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നിയ മറ്റൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, ഡെബിറ്റ് കാർഡ് നമുക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. നമുക്ക് വിർച്വൽ ഡെബിറ്റ് കാർഡ് കിട്ടും, അത് സൗജന്യമാണ്. നമുക്ക് വിർച്വൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് UPI കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് ജസ്റ്റ് ATM വഴി ക്യാഷ് വിഡ്രോ ചെയ്യേണ്ട ആവശ്യമുള്ളവർക്ക് മാത്രം ഓപ്റ്റ് ചെയ്താൽ മതിയാകും. അതും നിങ്ങളുടെ ഇഷ്ടം, വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്താൽ മതി. അല്ലാതെ നമുക്ക് അടിച്ചേൽപ്പിക്കുന്നില്ല. നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്തെടുക്കാം. അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിനൊരു ഇഷ്യൂറൻസ് ചാർജ് വരും, 299 രൂപ പ്ലസ് GST. അത് മാത്രം കൊടുത്താൽ മതിയാകും. പിന്നെ ആ ഒരു ഡെബിറ്റ് കാർഡിന് ആനുവൽ ചാർജോ കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിലില്ല. പിന്നെ കാർഡിന് എന്തെങ്കിലും ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ അതിന് റീഇഷ്യൂറൻസ് ചാർജ് വരും. അത് സെയിം ചാർജ് തന്നെയാണ്, 299 രൂപ പ്ലസ് GST ആണ് ചാർജ് വരുന്നത്. സോ ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് ഓപ്ഷണൽ ആണ്. വിർച്വൽ ഡെബിറ്റ് കാർഡ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് എടുത്താലും അതിന് ആനുവൽ ചാർജ് വരുന്നില്ല. പിന്നെ ഇഷ്ടപ്പെട്ട മറ്റൊരു ഫീച്ചർ, ആദ്യത്തെ ചെക്ക് ബുക്ക് സൗജന്യമാണ്. പിന്നീട് ചെക്ക് ബുക്ക് വേണമെങ്കിൽ മാത്രം ഓരോ ചെക്ക് ബുക്കിന് 100 രൂപ പ്ലസ് GST കൊടുത്താൽ മതിയാകും. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊന്ന് ഇവരുടെ മൊബൈൽ ആപ്പാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും മൊബൈൽ ആപ്പ് വഴി തന്നെ ചെയ്യാം. ഇപ്പോൾ ഇത്രയും നാൾ ഉപയോഗിച്ചിട്ടും പ്രത്യേകിച്ച് ഇതുവരെ ഒരു ഡൗൺ ടൈമോ അല്ലെങ്കിൽ ആപ്പിൽ എന്തെങ്കിലും എററോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് എല്ലാം കസ്റ്റമർ സപ്പോർട്ട് ഉൾപ്പെടെ എല്ലാം നമുക്ക് ആപ്പ് വഴി തന്നെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ചെറിയ എമൗണ്ടിൻ്റെ പേയ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ അതായത് ഇപ്പോൾ 5000 രൂപയിൽ താഴെയുള്ള പേയ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പിൻ നമ്പർ പോലും അടിക്കാതെ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈസി ആയിട്ട് ഫാസ്റ്ററായിട്ട് നമുക്ക് ഈ ഒരു സ്ലൈസ് അക്കൗണ്ട് വഴി പേയ്മെൻറ്റ് ചെയ്യാം. സ്ലൈസ് ആപ്പ് വഴിയാണെങ്കിൽ ഇപ്പോൾ GPay ഒക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സ്ലൈസ് അക്കൗണ്ട് നമുക്ക് ലിങ്ക് ചെയ്യാം. ഫോൺപേയും GPay ഒക്കെ ആയിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാം. ആഡ് ബാങ്ക് അക്കൗണ്ട് കൊടുത്തിട്ട് സ്ലൈസ് സ്മോൾ ഫിനാൻസ് ബാങ്ക് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഗൂഗിൾ പേയിലേക്കും അല്ലെങ്കിൽ ഫോൺ പേയിലേക്കൊക്കെ ഈ ഒരു അക്കൗണ്ട് ആഡ് ചെയ്യാം. അതുവഴി പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് UPI പിന്നെ നമ്മൾ എൻ്റർ ചെയ്യണം. അതേസമയം സ്ലൈസ് ആപ്പ് വഴിയാണ് നമ്മൾ UPI പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പിൻ നമ്പർ അടിക്കാത്ത ചെറിയ എമൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഒരു സ്ലൈസ് സേവിങ്സ് അക്കൗണ്ടിൻ്റെ പോരായ്മകൾ നോക്കിക്കഴിഞ്ഞാൽ അത് കോമൺ ആണ്. ഞാൻ അവസാനം പറയാം. അതിന് മുന്നേ ആയിട്ട് സ്ലൈസിൻ്റെ സൂപ്പർ കാർഡിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കൂടി പറയാം.
ഒന്നാമതായിട്ട് ലൈഫ് ടൈം ഫ്രീ ആണ്, ജോയിനിങ് ഫീസില്ല, ആനുവൽ ഫീസില്ല, കംപ്ലീറ്റ്ലി ഇപ്പോൾ നിലവിൽ സൗജന്യമാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ഫീച്ചർ ഈ ഒരു സ്ലൈസിൻ്റെ സൂപ്പർ കാർഡ് ആണെങ്കിലും നമുക്ക് 5000 രൂപയിൽ താഴെയുള്ള പേയ്മെൻറ്റ് പിൻ നമ്പർ അടിക്കാതെ നമുക്ക് പേ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു സ്ലൈസിൻ്റെ സൂപ്പർ കാർഡ് എന്ന് പറയുന്നത് ആക്ച്വലി റൂപേ വേരിയൻ്റെ ക്രെഡിറ്റ് കാർഡാണ്. നമുക്ക് അത് വേണമെങ്കിൽ ഫോൺ പേയിലും അല്ലെങ്കിൽ ജി പേയിലൊക്കെ ആഡ് ചെയ്യാം, ക്രെഡിറ്റിലൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ പ്ലാറ്റ്ഫോമിൽ എന്തെങ്കിലും റിവാർഡ് ഉണ്ടെങ്കിൽ അതും കിട്ടും. അതുകൂടാതെ തന്നെ നമുക്ക് സ്ലൈസിൽ ഈ ഒരു സൂപ്പർ കാർഡിൽ കിട്ടുന്ന റിവാർഡ് പോയിന്റ് കിട്ടും. അപ്പോൾ നമുക്ക് 2 റിവാർഡ് പോയിന്റ് നമുക്ക് ഒരേ സമയം നേടുവാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ബാങ്ക് ട്രാൻസ്ഫർ ഓപ്ഷൻ ആണ്. ഇപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ ക്രെഡിറ്റ് കാർഡിലെ ഫണ്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ പലരും റെന്റ് പേ അങ്ങനെയുള്ള പല ഓപ്ഷൻസ് മിസ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഇവർ ബാങ്ക് ട്രാൻസ്ഫർ ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്ലൈസിൻ്റെ ആപ്പ് വഴി തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സ്ലൈസിൻ്റെ ആ ഒരു സേവിങ്സ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഫണ്ട് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ചാർജ് ഉണ്ട്. നമ്മൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിൻ്റെ 2.5% പ്ലസ് GST, മിനിമം 25 രൂപ പ്ലസ് GST ആയിരിക്കും ആ ഒരു ബാങ്ക് ട്രാൻസ്ഫർ ഫീസായിട്ട് ഈടാക്കുക. സോ അത്യാവശ്യ ഘട്ടങ്ങളിൽ ആ ഒരു ഓപ്ഷൻ നമുക്ക് പ്രയോജനപ്പെടുത്താം. നമുക്ക് ഫിസിക്കൽ ക്യാഷ് ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. പിന്നെ എനിക്ക് താല്പര്യം തോന്നിയ മറ്റൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പേ ചെയ്യുന്ന എമൗണ്ട് നമുക്ക് 3 മാസത്തേക്ക് നോ കോസ്റ്റ് EMI നമുക്ക് കിട്ടും. 3 മാസം കൂടി സ്പ്ലിറ്റ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്താൽ മതിയാകും. പ്രത്യേകിച്ച് എക്സ്ട്രാ കോസ്റ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. നോ കോസ്റ്റ് EMI ആണ്. ഇപ്പോൾ സാധാരണ കാർഡിലേക്ക് നോ കോസ്റ്റ് EMI ആണെങ്കിൽ കൂടി ആ ഒരു EMIയുടെ ഇൻട്രസ്റ്റിൻ്റെ GSTയും കാര്യങ്ങളൊക്കെ ബില്ലിൽ ആഡ് ചെയ്ത് വരാറുണ്ട്. പക്ഷേ ഇവിടെ GSTയോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ എത്ര രൂപയുടെ ട്രാൻസാക്ഷൻ ആണോ നടത്തുന്നത് ആ ഒരു സെയിം എമൗണ്ട് തന്നെ റീപേ ചെയ്താൽ മതിയാകും. 3 മാസത്തേക്ക് കിട്ടും. 1 മാസം, 2 മാസം, 3 മാസം, 3 കാലാവധിയിലേക്ക് കിട്ടും. 3 കാലാവധിയിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ അവിടെ വരുന്ന ഇൻട്രസ്റ്റ് നമുക്ക് അപ്രണ്ട് ആയിട്ട് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടും. അപ്പോൾ ആക്ച്വലി അത് നോ കോസ്റ്റ് ആണ്. പ്രത്യേകിച്ച് ഇൻട്രസ്റ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇനിയിപ്പോൾ ഇൻട്രസ്റ്റിൻ്റെ GSTയോ പ്രോസസ്സിംഗ് ഫീസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ എത്ര രൂപയുടെ ട്രാൻസാക്ഷൻ ആണ് നടത്തുന്നത് അറ്റ് ദ എൻഡ് നമ്മൾ റീപേ ചെയ്യുന്നതും ആ ഒരു സെയിം എമൗണ്ട് തന്നെയായിരിക്കും. സോ ആ ഒരു ഫീച്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ നിലവിൽ ഞാൻ അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടത്തി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഫണ്ട് വേറെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് അഡീഷണൽ 1 രൂപ പോലും കൊടുക്കേണ്ടി വരുന്നില്ല. സ്പ്ലിറ്റ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്താൽ മതിയാകും. സോ ഈ ഒരു ഓപ്ഷൻ പ്രയോജനപ്പെടുത്തി ഞാനിപ്പോൾ നിലവിൽ അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്. ഇനി ഒരു സ്ലൈസിൻ്റെ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിലും സ്ലൈസിൻ്റെ സൂപ്പർ കാർഡ് ആണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പറയാനുള്ളത് അവരുടെ റിവാർഡ് സിസ്റ്റം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് സ്ലൈസിൻ്റെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്നും സ്ലൈസ് ആപ്പ് വഴി നമ്മൾ UPI പേയ്മെൻറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് റിവാർഡ് കിട്ടുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന മോണീസ് എന്ന് പറഞ്ഞൊരു റിവാർഡ് പോയിൻ്റാണ് നമുക്ക് കിട്ടുന്നത്. ആ കിട്ടുന്ന മോണീസ് നമുക്ക് വിഡ്രോ ചെയ്ത് ഡയറക്റ്റായിട്ട് നമ്മുടെ സ്ലൈസിൻ്റെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നുള്ള പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് മിക്കപ്പോഴും നമുക്ക് ഗൂഗിൾ പേയിലൊക്കെ കിട്ടുന്ന പോലെ നമുക്ക് കിട്ടാറില്ല. നമ്മൾ സ്ലൈസിൻ്റെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്നും പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി ഒരു ഗെയിമാണ് കിട്ടുന്നത്. ആ ഒരു ഗെയിം പ്ലേ ചെയ്ത് വിൻ ചെയ്താലായിരിക്കും നമുക്ക് ഈ ഒരു റിവാർഡ് കിട്ടുന്നത്. പലപ്പോഴും ആ ഗെയിം നമുക്ക് പ്ലേ ചെയ്ത് വിൻ ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ തോറ്റു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് എല്ലായ്പ്പോഴും നമുക്ക് റിവാർഡ് കിട്ടണമെന്നില്ല. ഇനി സ്ലൈസിൻ്റെ സൂപ്പർ കാർഡിലേക്ക് വരുമ്പോൾ നമുക്ക് സെയിം റിവാർഡ് തന്നെയാണ് കിട്ടുന്നത്. മോണീസാണ് കിട്ടുന്നത്. പരസ്യത്തിൽ നമുക്ക് 3% റിവാർഡ് എന്ന് പറയുമെങ്കിലും അത് കണ്ടീഷൻസ് വരുന്നുണ്ട്. നോർമലി നമുക്ക് ബേസ് ആയിട്ട് 1% റിവാർഡ് ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുന്നത് ട്രാൻസാക്ഷൻ എമൗണ്ടിൻ്റെ. നമുക്ക് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് 1.5% റിവാർഡ് ബെനിഫിറ്റ് ആണ്. അങ്ങനെ 1.5% റിവാർഡ് ബെനിഫിറ്റ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ മിനിമം 3 ലക്ഷം മോണീസ് എങ്കിലും കളക്ട് ചെയ്യണം. ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് 3% റിവാർഡ് ബെനിഫിറ്റ് ആണ്. അങ്ങനെ 3% റിവാർഡ് ബെനിഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ മിനിമം 5 ലക്ഷം മോണീസ് നമ്മൾ കളക്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളുടെ സേവിങ്സ് അക്കൗണ്ട് ബാലൻസ് ആവറേജ് ബാലൻസ് എന്ന് പറയുന്നത് പ്രീവിയസ് ക്വാർട്ടറിൽ നമ്മൾ 5 ലക്ഷം രൂപയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അങ്ങനെ ഈ 2 കണ്ടീഷൻസ് മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് 3% റിവാർഡ് ബെനിഫിറ്റിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കൂ. നമുക്ക് കിട്ടുന്ന മോണീസ് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ സ്ലൈസിൻ്റെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് ക്യാഷ് ആയിട്ട് റിഡീം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ അങ്ങനെ റിഡീം ചെയ്ത് കഴിഞ്ഞാൽ ഇവർ പറയുന്ന ആ ഒരു കണ്ടീഷൻസ് ഉണ്ടല്ലോ, മിനിമം 3 ലക്ഷം മോണീസ് കളക്ട് ചെയ്യണം, ഇല്ലെങ്കിൽ മിനിമം 5 ലക്ഷം മോണീസ് കളക്ട് ചെയ്യണം, അത് നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. റിഡീം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും ആദ്യം തൊട്ട് ആ ഒരു റിക്വയർമെൻറ്റിനായിട്ട് നമ്മൾ ട്രൈ ചെയ്യേണ്ടതായിട്ട് വരും. സോ 1.5% റിവാർഡ് ബെനിഫിറ്റ് ഇല്ലെങ്കിൽ 3% റിവാർഡ് ബെനിഫിറ്റിന് വേണ്ടി നമ്മൾ ആ മോണീസ് നമ്മൾ റിഡീം ചെയ്യാതെ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതൊക്കെയാണ് എനിക്ക് സ്ലൈസിൻ്റെ സേവിങ്സ് അക്കൗണ്ടിലും സ്ലൈസിൻ്റെ സൂപ്പർ കാർഡിലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇഷ്ടപ്പെട്ടത്, ഇഷ്ടപ്പെടാത്തത് ഏതൊക്കെ കാര്യങ്ങളാണെന്ന് കമൻറ്റ് ചെയ്യുക. താല്പര്യമുള്ളവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി